ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എക്സാമിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഴയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതലും ഒരുവിധം എല്ലാം പഴയ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നിന്ന്, പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നല്ല, പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ KM ബീനാമോൾ, ഓപ്ഷൻ ബി ഷൈനി വിൽസൺ, ഓപ്ഷൻ സി PT ഉഷ, ഓപ്ഷൻ ഡി MT വത്സമ്മ. അപ്പോൾ ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ സി ഔറംഗസേബ്, ഓപ്ഷൻ ഡി ഷെർഷാ സൂരി. ആൻസർ ഡി, ഷെർഷാ സൂരിയാണ് കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തത്. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ രജപുത്രൻ, ഓപ്ഷൻ ബി സോളങ്കീസ്, ഓപ്ഷൻ സി ചേരന്മാർ, ഓപ്ഷൻ ഡി മറാത്ത. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ മറാത്ത രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? എ സംക്ഷേത വേദാന്തം, ബി ഹോർത്തോസ് മലബാറിക്കസ്, സി കോകില സന്ദേശം, ഡി അർത്ഥ നിരൂപണം. ആൻസർ എ സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ക്ലെമന്റ് ആറ്റ്ലി, ഓപ്ഷൻ ബി ലോർഡ് കേഴ്സൺ, ഓപ്ഷൻ സി ഡൽഹൌസി, ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. അപ്പോൾ ചാൾസ് മെറ്റ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി VP സിംഗ്, ഓപ്ഷൻ സി PV നരസിംഹ റാവു, ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ആൻസർ ഓപ്ഷൻ ഡി, ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്. എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കാർഷിക ദിനം. ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മാംഗ്ലൂർ. ആൻസർ ബി, കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ പാത്ത് ഫൈഡർ, ഓപ്ഷൻ ബി സ്കൈലാബ്, ഓപ്ഷൻ സി കൊളംബിയ, ഓപ്ഷൻ ഡി വിക്കിംഗ്. ആൻസർ സി, കൊളംബിയ എന്ന ശൂന്യ വാഹനത്തിലാണ് കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന നിഷ്ക്രിയ വാതകം അല്ലാത്തത് ഏത്? 18ാം ഗ്രൂപ്പിൽ പെടാത്ത വാതകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർഗൺ, ഓപ്ഷൻ ബി നിയോൺ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം. ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രജൻ ആണ് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത നിഷ്ക്രിയ വാതകം. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഓപ്ഷൻ എ 60%, ഓപ്ഷൻ ബി 70%, ഓപ്ഷൻ സി 76%, ഓപ്ഷൻ ഡി 80%. ആൻസർ സി, 76%. അപ്പോൾ ISI മാനദണ്ഡം അനുസരിച്ച് ഒരു 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എന്ന് പറയുന്നത് 76%-ൽ കുറയാൻ പാടില്ല. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പ്രകീർണനം, ഓപ്ഷൻ ബി അപവർത്തനം, ഓപ്ഷൻ സി പ്രതിഫലനം, ഓപ്ഷൻ ഡി ആന്തരപ്രതിപതനം. ഓപ്ഷൻ എ പ്രകീർണനമാണ് ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. മനുഷ്യരിൽ ഗർഭകാലഘട്ടം എത്ര മുതൽ എത്ര വരെയാണ്? ഓപ്ഷൻ എ 250 ദിവസം മുതൽ 260 ദിവസം വരെ, ഓപ്ഷൻ ബി 250 ദിവസം മുതൽ 290 ദിവസം വരെ, ഓപ്ഷൻ സി 280 ദിവസം മുതൽ 290 ദിവസം വരെ, ഓപ്ഷൻ ഡി 270 ദിവസം മുതൽ 280 ദിവസം വരെ. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി, 270 ദിവസം മുതൽ 280 ദിവസം വരെയാണ് മനുഷ്യരിൽ ഗർഭകാലഘട്ടം. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ ആദ്യമായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്ത ആക്ട് ഏതാണ്? ഓപ്ഷൻ എ മൊണ്ടോഗ്യു ചെംസ്ഫോർഡ് ആക്ട് 1990, ഓപ്ഷൻ ബി മിൻഡോ മോർലി റീഫോംസ്,
1909. ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ഡി ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ആൻസർ ഇന്ത്യൻ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ ആദ്യമായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്ത ആക്ട് എന്ന് പറയുന്നത് മിൻറ്റോ മോർലി റീഫോംസ് ആണ്. മിൻറ്റോ മോർലി ആക്ട് 1909 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ എ ആലപ്പുഴയിലാണ് 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്. എപ്പോഴാണ്? 1859. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ തലശ്ശേരി, ഓപ്ഷൻ ബി പയ്യന്നൂർ, ഓപ്ഷൻ സി കോതമംഗലം, ഓപ്ഷൻ ഡി കാര്യവട്ടം. ആൻസർ സി കോതമംഗലമാണ് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ എ സെപ്റ്റംബർ 16, ഓപ്ഷൻ ബി ഒക്ടോബർ 16, ഓപ്ഷൻ സി സെപ്റ്റംബർ 12, ഓപ്ഷൻ ഡി ഒക്ടോബർ 12. ആൻസർ എ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ആമാശയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി തൈറോയിഡ്. ആൻസർ സി കരളിൽ വെച്ചിട്ടാണ് ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത്. എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. വിറ്റമിൻ ചോദിച്ച ഏതാണ്? വിറ്റമിൻ കെ ആണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1795, ഓപ്ഷൻ ബി 1796, ഓപ്ഷൻ സി 1797, ഓപ്ഷൻ ഡി 1798. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ എ, ഓപ്ഷൻ സി വിറ്റാമിൻ ഇ, ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഓപ്ഷൻസിൽ ശരിക്കും കൊടുത്തിട്ടില്ല. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B7 ആണ്. B7 ആണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. ബയോട്ടിൻ വിറ്റാമിൻ ബി കോംപ്ലക്സ് അടങ്ങിയുള്ള വിറ്റാമിനാണിത്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ജർമ്മൻ വാക്കുകളായ ഹാർ, മുടിയുടെ, ആൻഡ് ഹൗട്ട് എന്നിവയിൽ നിന്നാണ് എച്ച് എന്ന അക്ഷരം വന്നത്. ഇത് മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിനും പ്രധാനമായതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഞാൻ ആ ഓപ്ഷൻ തെറ്റിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ സി ചിന്മയാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി കരൾ. ശ്വാസകോശമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. പോഡിയാട്രിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ കാൽപാദം, ഓപ്ഷൻ ബി രക്തക്കുഴൽ, ഓപ്ഷൻ സി ത്വക്ക്, ഓപ്ഷൻ ഡി എല്ലുകൾ. അപ്പോൾ പോഡിയാട്രിക്സ് എന്ന് പറയുന്നത് കാൽപാദത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ പോഡിയാട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? കാൽപാദത്തെക്കുറിച്ചുള്ള പഠനമാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താ അറിയപ്പെടുന്നത്? ഒഫ്താൽമോളജി എന്നാണല്ലോ അറിയപ്പെടുന്നത്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജി. പല്ലിനെക്കുറിച്ച് ഓഡന്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി. കാൽപാദത്തെക്കുറിച്ചുള്ള പഠനമാണ് പോഡിയാട്രിക്സ് എന്ന് പറയുന്നത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. രക്തക്കുഴലിനെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി എന്ന് പറയുന്നത്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ആൻസർ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ടാണ്
ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ച പദവി. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി അസം. ആൻസർ എ മധ്യപ്രദേശ് ആണ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻ എ വൃത്തം, ഓപ്ഷൻ ബി സമചതുരം, ഓപ്ഷൻ സി അർദ്ധവൃത്തം, ഓപ്ഷൻ ഡി ത്രികോണം. ആൻസർ ഡി ത്രികോണമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്, അതിൻ്റെ പേര്? ഓപ്ഷൻ എ മാംഗോ ഷവർ, ഓപ്ഷൻ ബി കാൽബൈശാലി, ഓപ്ഷൻ സി ലൂ, ഓപ്ഷൻ ഡി ചിനൂക്ക്. ആൻസർ സി ലൂ ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ചിക്കാഗോ, ഓപ്ഷൻ സി ലാസ് വേഗസ്, ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസിലാണ് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ എ കേണൽ ലീഗർ, ഓപ്ഷൻ ബി ലഫ്റ്റനന്റ് ഗോർഡൺ, ഓപ്ഷൻ സി തോമസ് ഹാൽവേ ബാബർ, ഓപ്ഷൻ ഡി ആർതർ വെല്ലസ്ലി. ആൻസർ കേണൽ ലീഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ സി കറുത്ത മണ്ണ്, ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. അപ്പോൾ ഏതാണ് ജൈവസമ്പുഷ്ടമായ മണ്ണിനം? ഓപ്ഷൻ ഡി പർവ്വത മണ്ണാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ സുപ്രീം കോടതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. അപ്പോൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഡി പാർലമെൻറ്റിനാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? മാസ്റ്റർ വീവർ. ഓപ്ഷൻ എ കശുവണ്ടി, ഓപ്ഷൻ ബി കയർ, ഓപ്ഷൻ സി തടി, ഓപ്ഷൻ ഡി കൈത്തറി. കൈത്തറിയാണ് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ചാലക്കുടി പുഴ, ഓപ്ഷൻ സി മുതിരപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. അപ്പോൾ പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെഹത് എന്ന ടെലിമെഡിസിനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? സെഹത് ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ വിജയ് ഗോയൽ, ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ, ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ആൻസർ സി രവിശങ്കർ പ്രസാദ് ആണ് സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ സഹാറ മരുഭൂമി, ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ, ഓപ്ഷൻ സി ധ്രുവ പ്രദേശം, ഓപ്ഷൻ ഡി കോണിഫറസ് വനങ്ങൾ. അപ്പോൾ അതിൽ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകളാണ്. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവല്ല, ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി, ഓപ്ഷൻ സി ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ഡി ചെങ്ങന്നൂർ. ആൻസർ ബി കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോഴിക്കോട്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഒ ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ്. ആൻസർ സി ഒ ഗ്രൂപ്പാണ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ എർഗ്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി കിലോഗ്രാം പെർ ഹവർ, ഓപ്ഷൻ ഡി ന്യൂട്ടൺ മീറ്റർ. ആൻസർ ഓപ്ഷൻ എ എർഗാണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. എർഗാണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൂടും, പ്രതലബലം കൂടും.
ഓപ്ഷൻ ബി പ്രതലബലം കുറയും. ഓപ്ഷൻ സി മാറ്റം സംഭവിക്കുന്നില്ല. ഓപ്ഷൻ ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുകയാണ് ചെയ്യുക. മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആറ്റോമിക മാസിൻ്റെ അവരോഹണ ക്രമത്തിൽ. ഓപ്ഷൻ ബി ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ. ഓപ്ഷൻ സി ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. ഓപ്ഷൻ ഡി ആറ്റോമിക നമ്പറിൻ്റെ അവരോഹണ ക്രമത്തിൽ. മെൻഡലിയേഫിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടിക ക്രമീകരിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഓപ്ഷൻ എ ഡ്യൂട്ടീരിയം. ഓപ്ഷൻ ബി ട്രീഷ്യം. ഓപ്ഷൻ സി പ്രോട്ടിയം. ഓപ്ഷൻ ഡി ഹീലിയം. ആൻസർ സി പ്രോട്ടിയം ആണ്. പ്രോട്ടിയത്തിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഭാരം. ഓപ്ഷൻ ബി പിണ്ഡം. ഓപ്ഷൻ സി ആകർഷണ ബലം. ഓപ്ഷൻ ഡി ഗുരുത്വ ബലം, ഭൂഗുരുത്വ ബലം. ആൻസർ ബി പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ഡം എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ അതിർത്തി ഏതാണ്? വടക്ക് കിഴക്കൻ അതിർത്തിയാണ്, കിഴക്കൻ അതിർത്തിയല്ല ചോദിക്കുന്നത്, വടക്ക് കിഴക്കൻ അതിർത്തിയാണ്. ഓപ്ഷൻ എ ആരവല്ലി. ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകൾ. ഓപ്ഷൻ സി ഗിർ മലനിരകൾ. ഓപ്ഷൻ ഡി ഷില്ലോങ് കർബി ആംഗ്ലോങ് പീഠഭൂമി. ആൻസർ ഡി ഷില്ലോങ് കർബി ആംഗ്ലോങ് പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ അതിർ എന്ന് പറയുന്നത്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ശക്തി സ്ഥൽ. ഓപ്ഷൻ ബി അഭയ്ഘട്ട്. ഓപ്ഷൻ സി കിസാൻഘട്ട്. ഓപ്ഷൻ ഡി ജനനായക് സ്ഥൽ. ഓപ്ഷൻ ബി അഭയ്ഘട്ടാണ് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ വിവേകാനന്ദൻ. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി രാജാറാം മോഹൻ റായ്. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റായ് ആണ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ കോൺവാലിസ്. ഓപ്ഷൻ ബി ഡൽഹൌസി. ഓപ്ഷൻ സി കാനിങ് പ്രഭു. ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ആൻസർ ഡി വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. പൊതുനിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 15. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 18. അപ്പോൾ ഇതിൽ പൊതുനിയമങ്ങളിലെ അവസര സമത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 16 ആണല്ലേ. ആർട്ടിക്കിൾ 14 വരുന്നത് നിയമത്തിന് മുന്നിലുള്ള സമത്വവും തുല്യ നിയമ സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 15 ജാതി, വംശം, ലിംഗം, മതം എന്നിവയുടെ പേരിലൊന്നും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 16 പൊതുനിയമങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 17 വരുന്നത് എന്താണ്? അയിത്ത നിരോധനമാണ് വരുന്നത്. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ എന്നിവയാണ് വരുന്നത്. ഇത് നമ്മുടെ മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശത്തിൽപ്പെടുന്നതാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. ഓപ്ഷൻ ബി ആര്യ പള്ളം. ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. ഓപ്ഷൻ ഡി അന്ന ചാണ്ടി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ഇ കെ നയനാർ. ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി AK ഗോപാലൻ. ഓപ്ഷൻ ഡി കൃഷ്ണ അയ്യർ. ആൻസർ സി AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാം ഒരുവിധം എല്ലാം 1-2 ക്വസ്റ്റ്യൻ ഒഴികെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒരു തവണ കൂടി വായിച്ചു പോകാം. അതിനുശേഷം നമുക്ക് ക്ലാസ് നടത്താം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ. പൊതുനിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 16. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റായ്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അഭയ്ഘട്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ അതിർത്തി ഷില്ലോങ് കർബി ആംഗ്ലോങ് പീഠഭൂമി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം.
താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂർ. അക്കമ്മ ചെറിയാൻ്റെ ജനനം സ്ഥലം കാഞ്ഞിരപ്പള്ളി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ. സെഹത്ത് എന്ന ടെലിമിഷൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം പർവ്വത മണ്ണാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതി. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഇന്ത്യൻ പ്രസിഡന്റ് പദവി എത്തുന്നതിന് മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നതാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോഡിയാട്രിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കാൽപാദത്തെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് B7 ആണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797 ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴയിൽ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ ആദ്യമായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്ത ആക്ടാണ് മിൻറ്റോ മോർലി റീഫോംസ് 1909. മനുഷ്യരിൽ ഗർഭകാലഘട്ടം എത്ര മുതൽ എത്ര വരെയാണ്? 270 ദിവസം മുതൽ 280 ദിവസം വരെയാണ്. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എന്ന് പറയുന്നത് 76% കുറയാൻ പാടില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന നിഷ്ക്രിയ വാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ C ഹൈഡ്രജൻ ആണ്. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്? കൊളംബിയ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗിൻ്റെ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത രാജവംശവുമായി. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ഷേർഷാ സൂരിയാണ്. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.